നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനത്തിൻ്റെ RC ബുക്കിൽ മൊബൈൽ നമ്പർ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്യുവാൻ സാധിക്കും. ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള അതേ മൊബൈൽ നമ്പറാണ് RC ബുക്കിലും ലിങ്ക് ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ RCയുമായി ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസുകളും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ നിർബന്ധമായും മൊബൈൽ നമ്പർ RCയുമായി ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ്. ആദ്യമായി ഗൂഗിളിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതുപോലൊരു പുതിയ പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇതിൽ പരിവാഹൻ.gov.in എന്നുള്ള ആദ്യത്തെ ലിങ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ ഓൺലൈൻ സർവീസ് എന്നുള്ളതിന് താഴെയായി വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളിടത്ത് കേരള എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇത് ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ കാണുന്ന പുതിയ വിൻഡോയിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, രജിസ്റ്ററിംഗ് അതോറിറ്റി എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. ഇതിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ എൻ്റർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളിടത്ത് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്തു കൊടുക്കുക. ഇവിടെ താഴെയായി ഒരു ടിക്ക് ബോക്സ് കാണാം. അത് ടിക്ക് കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കാണുന്ന പുതിയ പേജിലെ വിവരങ്ങളെല്ലാം വായിച്ചു നോക്കിയ ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇതുപോലൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ യൂസിങ് ആധാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന പുതിയ പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് താഴെ വാഹനത്തിൻ്റെ ചേസിസ് നമ്പർ ഫുള്ളായി എൻ്റർ ചെയ്ത് കൊടുത്ത് അതിനു താഴെയായി വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കാണുന്ന പുതിയ പേജിൽ ആധാർ OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ ആധാർ നമ്പർ, വിർച്വൽ ആധാർ ID എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. ഇതിൽ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെയായി ആധാർ നമ്പർ എൻ്റർ ചെയ്തു കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്തു കൊടുത്താൽ താഴെ ഗെറ്റ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ ഡിസ്പ്ലേ ആയി വരും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവായി വരും. അതിവിടെ എൻ്റർ ചെയ്തു കൊടുത്ത് താഴെ കാണുന്ന വാലിഡേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ഇപ്പോൾ ഓപ്പണായി വരുന്ന പുതിയ പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പരും ചേസിസ് നമ്പരും ഡിസ്പ്ലേ ആയി വരും. ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വാഹനത്തിൻ്റെ എൻജിൻ നമ്പരും രജിസ്ട്രേഷൻ ഡേറ്റും രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ഡേറ്റും ഇവിടെ എൻ്റർ ചെയ്തു കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം RC ബുക്കിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കറക്റ്റായി ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് താഴെ കൊടുത്തിട്ടുള്ള ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വരുന്ന ഈ പുതിയ പേജിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ എൻ്റർ നെയിം ഇൻ ആധാർ എന്നുള്ളിടത്ത് നിങ്ങളുടെ ആധാർ നമ്പറിൽ കൊടുത്തിട്ടുള്ള അതേ പേര് അതേ ഫോർമാറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് ആധാർ നമ്പരുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു കൊടുക്കുക. ഇവിടെ താഴെയായി ഐ എഗ്രി എന്നുള്ള ഒരു ടിക്ക് ബോക്സ് കാണാം. ഈ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് അതിന് താഴെയായി കൊടുത്തിട്ടുള്ള വെരിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പരും പേരും ഇവിടെ ഡിസ്പ്ലേ ആയി വരും. അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു ഡിസ്പ്ലേ ഓപ്പൺ ആയി വരും. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ RCയുമായി ലിങ്ക് ആവുന്നതായിരിക്കും.